ഉത്തര കൊറിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ഒറ്റപ്പെട്ട ഒരു ജനതയുടെ ചിത്രമാണ്. കിം ജോങ് ഉൻ എന്ന ഏകാധിപതിയുടെ കീഴിൽ ഈ രാജ്യം ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് അതിൻ്റെ അസാധാരണമായ നിയമങ്ങളിലൂടെയാണ്. ഹെയർ സ്റ്റൈലുകൾ മുതൽ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം വരെ എല്ലാം ഇവിടെ സർക്കാരാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കിം ജോങ് ഉൻ ഒരു പുതിയ ഉത്തരവുമായി എത്തിയിരിക്കുന്നു. ഐസ്ക്രീം, ഹാംബർഗർ, കരോക്കെ തുടങ്ങിയ വാക്കുകൾ രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ വാക്കുകൾ നിരോധിച്ചതെന്നല്ല, കിം ജോങ് ഉന്നിൻ്റെ വാദം ഈ വാക്കുകൾ പാശ്ചാത്യ സ്വാധീനമുള്ളവയാണെന്നാണ്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ നുഴഞ്ഞുകയറ്റം തടയാനും ഉത്തര കൊറിയയുടെ സ്വന്തം സാംസ്കാരിക ഐഡന്റിറ്റിയെ ശക്തിപ്പെടുത്താനുമാണ് ഈ നീക്കമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം ജനങ്ങൾക്കൊരു പുതിയ പദാവലി ഉപയോഗിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഇതും കിം ജോങ് ഉൻ തന്നെയാണ് അവതരിപ്പിച്ചത്. ഹാംബർഗർ ഇനി ഡാഹിൻ ഗോഗി ഗ്യോപാങ് എന്നാണ് വിളിക്കുക, അതായത് ഇരട്ട ബ്രെഡുള്ള ഗ്രൗണ്ട് ബീഫ്. ഐസ്ക്രീം ഇനി ഇസുക്യുമോ എന്നാണ്. കരോക്കോ മെഷീൻ ഇനി സ്ക്രീൻ അക്കമ്പനിമെന്റ് മെഷീൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വന്നേക്കാം, പക്ഷേ ഉത്തര കൊറിയയിൽ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഡെയിലി NK റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ ഉത്തര കൊറിയയിലെ ടൂർ ഗൈഡുകൾ ഉപയോഗിക്കരുതെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി ടൂർ ഗൈഡുകൾക്ക് പ്രാദേശിക ഉത്തര കൊറിയൻ പദാവലി ഉപയോഗിക്കാനുള്ള പ്രത്യേക പരിശീലനം പോലും നൽകുന്നുണ്ട്. ഈ നടപടി ഉത്തര കൊറിയൻ പദാവലി പ്രോത്സാഹിപ്പിക്കാനും വിദേശ സാംസ്കാരിക സ്വാധീനത്തെ തടയാനും വേണ്ടിയാണെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ വാക്ക് നിരോധനം വെറും ഒരു ഉദാഹരണം മാത്രമാണ്. ഉത്തര കൊറിയയിൽ ഹെയർ സ്റ്റൈലുകൾ, വസ്ത്രങ്ങൾ, ജനങ്ങളുടെ ദൈനംദിന ജീവിതം എല്ലാം സർക്കാർ കർശനമായി നിയന്ത്രിക്കുകയാണ്. കിം ജോങ് ഉന്നിൻ്റെ ഒരു പുതിയ ഉത്തരവ് രാജ്യത്തിൻ്റെ ഒറ്റപ്പെട്ട നിലപാടിനെയും പാശ്ചാത്യ സ്വാധീനത്തോടുള്ള എതിർപ്പിനെയും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ്. ലോകം മുന്നോട്ട് പോകുമ്പോൾ ഉത്തര കൊറിയ തങ്ങളുടെ ജനതയെ ഒരു അടഞ്ഞ ലോകത്ത് നിലനിർത്താൻ ശ്രമിക്കുകയാണ്. ഐസ്ക്രീം, ഹാംബർഗർ പോലുള്ള വാക്കുകൾ നിരോധിക്കുന്നത് ഒരു ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ ഇതൊരു വലിയ ചിത്രത്തിൻ്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെയും സംസ്കാര ഐഡന്റിറ്റിയുടെയും പേര് പറഞ്ഞ് ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കഥ. waytonikah.com, the exclusive Muslim matrimonial site.